നമ്മൾ പണ്ട് പറമ്പിൽ കളിക്കാനൊക്കെ പോകുമ്പോൾ ഈ രണ്ട് ടീമായിട്ട് കളിക്കുന്ന കളികളുടെ സമയത്ത് ടീമുകൾ ഇടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓർക്കുന്നുണ്ടാവും. രണ്ട് ക്യാപ്റ്റന്മാരുണ്ടാകും, അവരുടെ മുമ്പിൽ എല്ലാവരും നിൽപ്പുണ്ടാകും. ഈ രണ്ട് പേര് മാറി മാറി ഓരോരുത്തരെ വിളിക്കും. അവരാരെയാണ് ആദ്യം വിളിക്കുന്നത്? അവർക്ക് അവരുടെ ടീമിനെ കളി ജയിപ്പിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളുടെ പേര് പറഞ്ഞ് അവർ ആദ്യം വിളിക്കും. അത് കഴിഞ്ഞ് കുറേ പേരുണ്ട്, കമ്മതി കണക്കിന് നിങ്ങൾ 3 പേര് അപ്പുറത്തേക്ക് പോയിക്കോ, നിങ്ങൾ 3 പേര് ഇപ്പുറത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് വലിയ കഴിവില്ലാത്ത ഏത് കളിക്ക് ടീം ഉണ്ടാക്കുമ്പോഴായാലും ഇങ്ങനെ കമ്മതി കണക്കിന് ഏറ്റവും അവസാനം എടുക്കുന്ന ആളുകളുണ്ട്. ഈ രീതിയാണ് നമ്മുടെ ഏത് തെരഞ്ഞെടുപ്പിലും നമ്മൾ അവലംബിക്കുന്നത്. നമ്മളൊരു കാര്യം നടത്താനായിട്ട് ആളെ വിളിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും യോഗ്യതയുള്ള, കഴിവുള്ള, ആ കാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളെ നമ്മൾ പേര് ചൊല്ലി വിളിച്ച് നമ്മുടെ കൂടെ കൂട്ടും. ഇതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെ, നമ്മൾ ആളെ കൂടെ കൂട്ടുന്നതിൻ്റെ ശൈലി. പക്ഷേ ഈശോ ഇന്ന് സുവിശേഷത്തിൽ തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഈ ശൈലിയല്ല സ്വീകരിക്കുന്നത്. യോഗ്യതയുള്ളവരുടെ പേരുകൾ വിളിച്ച് തൻ്റെ കൂടെ കൂട്ടുകയല്ല ഈശോ ചെയ്യുന്നത്. വിളിക്കുന്നവന് യോഗ്യത നൽകുന്ന ഒരു ശൈലിയാണ് ഈശോയുടേത്. ബലഹീനരായിട്ടുള്ള, കുറവുകളുള്ള മനുഷ്യരെയാണ് അവൻ തൻ്റെ ശിഷ്യന്മാരായിട്ട് കൂടെ കൂട്ടുന്നത്. കാരണം അവനറിയാം, ആ ബലഹീനതയിലാണ്, കുറവുകളിലാണ്, മുറിവുകളിലാണ് അവൻ്റെ കൃപ സ്വീകരിക്കപ്പെടാനും അവൻ്റെ പദ്ധതിക്കനുസരിച്ച് കാര്യങ്ങൾ നടത്താനും പറ്റുന്ന ആളുകളെ അവന് ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് യോഗ്യതക്കുറവുകളുണ്ടെങ്കിൽ, നമ്മൾ കുറവുകളുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്മതിക്കണക്കിന് ടീമിലെടുക്കുന്ന രീതിയിലുള്ള കുറവുകളോടുകൂടിയ മനുഷ്യരാണ് നമ്മളെങ്കിൽ കൂടി ദൈവത്തിൻ്റെ മുമ്പിൽ വിനയത്തോടുകൂടി എൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവിടുന്ന് തീർച്ചയായും അവിടുത്തെ വലിയ പദ്ധതികൾ പൂർത്തിയാക്കാനായി നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ യോഗ്യതയുള്ളവരാക്കി മാറ്റും എന്നുള്ളതാണ്. അതിൽ ഇന്ന് സുവിശേഷത്തിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോഗ്യതയല്ല, തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവനോട് കൂടെ ആയിരിക്കാനായിട്ടുള്ള സന്നദ്ധതയാണ്. ഈശോ വിളിക്കുന്നത് അവരെ അയക്കാൻ വേണ്ടി മാത്രമല്ല, അവനോട് കൂടെ ആയിരിക്കാൻ വേണ്ടി കൂടിയാണ്. അങ്ങനെ ആയിരിക്കാനായിട്ട് മനസ്സുള്ള, യോഗ്യതയില്ലാത്ത, കഴിവ് കുറഞ്ഞ എല്ലാവരെയും അവിടുന്ന് വിളിക്കുകയും അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റുകയും അവിടുത്തെ കൃപ നൽകി അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റി അവിടുന്ന് ആഗ്രഹിക്കുന്ന പദ്ധതികൾ അവരിലൂടെ പൂർത്തീകരിക്കുകയും ചെയ്യും എന്നുള്ള വലിയ ഉറപ്പാണ് ഇന്ന് സുവിശേഷം നമുക്ക് ഈ ശിഷ്യന്മാരുടെ വിളി അതിനെപ്പറ്റി പറയുന്നത് വഴിയായിട്ട് നൽകുക. നമ്മൾ സ്കൂൾ വർഷം ആരംഭിക്കുകയാണ്. ചില സ്കൂളുകളുണ്ട് ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളെ മാത്രമേ അഡ്മിറ്റ് ചെയ്യുള്ളൂ, എന്നിട്ട് 100% വിജയം കിട്ടിയത് വലിയ ആഘോഷമായിട്ട് അത് കൊണ്ട് നടക്കും. ചില സ്കൂളുകളുണ്ട് എല്ലാ ടൈപ്പ് പിള്ളേരും അവിടെ ഉണ്ടാകും, മിടുക്കരായിട്ടുള്ളവരുണ്ടാകും, അലവലാദികളുണ്ടാകും, എല്ലാ ടൈപ്പ് പിള്ളേരും ഉണ്ടാകും. പക്ഷേ അവരും വർഷാവസാനം ചില സ്കൂളുകൾ, ഇത്തരം സ്കൂളുകളും 100 മേനി കൊയ്തതിൻ്റെ സന്തോഷം പങ്കിടും. അതാണ് വേണ്ടത്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും ബലഹീനരായിട്ടുള്ള, യോഗ്യതയില്ലാത്ത, കഴിവ് കുറഞ്ഞ, മുറിവുകളേറ്റ മനുഷ്യരുണ്ടാകും. അവരെ കൂടെ ചേർത്ത് പിടിച്ച് അവരെ കൂടി ഈ വിജയത്തിൽ പങ്കുകാരാക്കാൻ സാധിക്കുന്നിടത്താണ് ഈശോയുടെ ഈ വിളിയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിലും ചേർക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ഞാൻ ഇവിടെ വന്നതിന് ശേഷവും ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലരുടെ വേദനകൾ. അവർ ആദ്യമായി എന്തെങ്കിലും കാര്യം പള്ളിയിൽ ചെയ്യുമ്പോൾ സഹായിക്കാനായിട്ട് വന്നിട്ട് അവർ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരെ കളിയാക്കി മാറ്റി നിർത്തിയതിൻ്റെ പേരിൽ പിന്നെ ഒരിക്കലും ഒരു കാര്യത്തിനും ഇങ്ങോട്ട് വരാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ആളുകളുണ്ട്. അത് ഈശോയുടെ ശൈലിയല്ല. നമ്മളെ സഹായിക്കാനായ ഒരാൾ കടന്നു വരുമ്പോൾ അവന് പരിചയക്കുറവുണ്ടാകാം, കഴിവ് കുറവുകളുണ്ടാകാം, അവനെ കളിയാക്കി മാറ്റി നിർത്തുന്നതല്ല, അവനെ കൂടെ ചേർത്ത് അവൻ്റെ കുറവുകളെ നമ്മുടെ അനുഭവ സമ്പത്ത് അവന് കൂടി പകർന്നു നൽകിക്കൊണ്ട്
അവനെ വളരാനായിട്ട് അനുവദിക്കുമ്പോഴാണ് ഈശോയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ശൈലി നമുക്ക് നമ്മുടെ ജീവിതത്തിലും സ്വീകരിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. ആ ശൈലിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം.